ഇന്ന് ഞാനിവിടെ വീറ്റ് എഗ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടി 3 മുട്ട, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും എടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് വീറ്റ് ദോശ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടക്കേടാണ്. അതുകൊണ്ട് വീറ്റ് ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലുള്ള പൊടിക്കൈകൾ ഉപയോഗിച്ച് ഗോതമ്പ് ദോശയെ പുതിയ രൂപത്തിലെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണമാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളവും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടിപ്പോകരുത്, നോക്കി വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഒട്ടും കട്ടയില്ലാതെ നമ്മളിത് കുഴച്ചെടുക്കണം. ഏകദേശം 1/2 കപ്പ് വെള്ളം വരെ നമുക്കിതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ലൂസായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മളിത് വല്ലാണ്ട് അങ്ങ് ലൂസാക്കരുത്. കാരണം മുട്ട കൂടെ ചേർക്കുമ്പോൾ നല്ല പാകത്തിനായി വരും. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നന്നായി ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. മാവ് ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് കട്ടിയാകരുത്, ഒരുപാട് ലൂസാവാനും പാടില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ ചുട്ടെടുത്താലേ അത് നല്ല ടേസ്റ്റായി ഇരിക്കത്തുള്ളൂ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ നല്ലെണ്ണ കുറച്ചൊഴിച്ചൊന്ന് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലെണ്ണ തേച്ച ശേഷം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തതുകൊണ്ട് ഒരുപാട് ഇത് നമുക്ക് പരത്തി എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട, അവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. ആ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന ദോശയും നമുക്കിതുപോലെ തന്നെ ഇട്ട് ചുട്ടെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീറ്റ് എഗ് ദോശ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.